മോർണിംഗ് ഷോയിൽ ഇനി അതിഥികളാണ് മെക്സിക്കൻ അപാരതയുടെ വിശേഷങ്ങളുമായി സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പനും മേഘയുമാണ് നമ്മളോടൊപ്പം മോർണിംഗ് ഷോയിൽ അതിഥിയായെത്തുന്നത്. രണ്ടുപേർക്കും സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. എന്തായാലും സിനിമ ഒരു നല്ല പ്രതികരണം കിട്ടുന്ന സന്തോഷത്തിലായിരിക്കും. അത് നമുക്ക് ആദ്യം തന്നെ പങ്കുവയ്ക്കാം അല്ലേ? ആരാദ്യം പറയുമെന്ന കൺഫ്യൂഷനിലാണ്. മണികണ്ഠൻ സംസാരിക്കാം. മോർണിംഗ് ഷോയിൽ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യമായിട്ട്. പിന്നെ എന്താ, ഒരു മഹാരാജാസ് കോളേജിൻ്റെ ഒരു നല്ലൊരു കഥ പറയുന്ന ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അനൂപ് കണ്ണൻ, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അനൂപ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് ടോം ഇമ്മട്ടി എന്ന ടോം ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത, ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല റിപ്പോർട്ടോടുകൂടി നല്ല വിജയത്തോടുകൂടി തുടരുന്ന ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ ഈ വലിയ സിനിമയിൽ ഒരു ചെറിയ അംഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്ന ടോം ചേട്ടന് നന്ദി പറയുകയാണ്. മണികണ്ഠൻ, ഈ പാട്ടിലുള്ള സജീവേട്ടനടക്കം തൃശ്ശൂരിലെ നാടക കലാകാരന്മാർ അണിനിരക്കുന്ന പാട്ടാണ്. തൃശ്ശൂരിലെ ആളാണ് മണികണ്ഠനും. എങ്ങനെയാണ് സിനിമയുടെ ഒരു സംഗീത അനുഭവം, ഒപ്പം തന്നെ തൃശ്ശൂരിലെ നാടകക്കാരുമായിട്ടൊക്കെ ചേർന്നുള്ള പ്രവർത്തനം? എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഒട്ടുമിക്ക കലാകാരന്മാരും തൃശ്ശൂർ തന്നെ ഉള്ളവരാണ്. ഇപ്പം മെയിൻ ഡയറക്ടർ ടോം ഇമ്മട്ടി തന്നെ തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ അയ്യന്തോൾ നിവാസിയാണ്, ഇപ്പോൾ എറണാകുളത്താണ്. പിന്നെ ഗായത്രി തൃശ്ശൂരാണ്, ഞാൻ തൃശ്ശൂരാണ്. സിനിമാറ്റോഗ്രാഫർ പ്രകാശ് വേലായുധൻ, പുള്ളി തൃശ്ശൂരാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പേരെടുപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഫിലിമിൽ തൃശ്ശൂർക്കാരായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇത് തൃശ്ശൂർക്കാരുടെ ഒരു കലാസംഗമം കൂടിയാണിത് സത്യം പറഞ്ഞ. മേഘ തൃശ്ശൂരല്ല അല്ലേ? എങ്കിലും തൃശ്ശൂരുകാരുടെ കൂടെ വർക്ക് ചെയ്തത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മെക്സിക്കൻ അപാരത എന്ന മൂവി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ മൂവി നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് സ്വീകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ ടോം ചേട്ടനായാലും അനൂപേട്ടനായാലും ഞങ്ങളുടെ മൂവിയിലുള്ള എല്ലാവരും അതിന് പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഈ മൂവി ശരിക്കും പറഞ്ഞാൽ ഒരു വിപ്ലവം ജയിച്ചു എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. അതുപോലെ എനിക്ക് ഈ മൂവിയിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി, അതും പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. മേഘയുടെ ഒരു അഭിനയം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? സിനിമയിലേക്ക് എത്തിയത് ആഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, TV ആഡ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമേ ആനന്ദം എന്ന മൂവിയിലായിരുന്നു ഫസ്റ്റ് എൻട്രി. അതിനുശേഷമായിരുന്നു മെക്സിക്കൻ അപാരത എന്ന ഈ മൂവിയിൽ ആക്ട് ചെയ്തത്. മണികണ്ഠൻ പാടുകയും കൂടെ ചെയ്യുന്ന ആളാണ്, സംഗീത സംവിധായകൻ്റെ ഒപ്പം തന്നെ. നമുക്ക് മണികണ്ഠനിൽ നിന്നൊരു പാട്ട് കേട്ടിട്ട് ബാക്കി സംസാരം തുടരാമെന്ന് പ്രതീക്ഷിക്കുന്നത്. സിനിമയിലോ അല്ലെങ്കിൽ മണികണ്ഠൻ ഇഷ്ടപ്പെട്ടവരാണ്? സിനിമയിൽ തന്നെ പാടായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു റഫീഖ് അഹമ്മദ് സാറാണ് ലിറിക്സ്, ഒരു 3 പാട്ടിൻ്റെ ലിറിക്സ് സാറാണ്. പിന്നെ ഒരു പാട്ട് അനിൽ പനച്ചൂരൻ സാറ്. അപ്പോൾ അങ്ങനെ ഇത്രയും നല്ല വലിയ ലിറിക് റൈറ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിലെ ഒരു മെലഡി ഗാനം റഫീഖ് അഹമ്മദ് സാർ എഴുതിയതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 4 വരി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാടാം. രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം, രണ്ടു ഹൃദയമുരഞ്ഞുണരുന്ന പ്രണയത്തിനാളം, ഇവളാരോ ഇവളാരോ ആരോ ആരോ, കരിമുകിലലകളിൽ മിന്നൽ പിണരു പോൽ, എരിവയിൽ വേനലിൽ ഒരു മഴത്തുള്ളി പോൽ, ആരോ ഇവളാരോ
ആരോ ഇവളാരോ, ആരോ ഇവളാരോ. ക്യാമ്പസ് രാഷ്ട്രീയം സജീവമായ ചർച്ചയാവുന്ന ഒരു സിനിമ, ഒപ്പം പ്രണയവും ചെറുപ്പവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ. സംവിധായകൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ സംഗീത സംവിധായകന് നൽകിയത്? തീർച്ചയായും അതൊരു ഒരു പുതുമുഖം അല്ലെങ്കിൽ ഒരു നവാഗതൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു. കാരണം ഇത് ഫിലിം തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും മുന്നേ നമ്മളൊരു പ്രൊമോ സോങ്, ഈ ഫിലിം ഒരുവിധം പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് ആ പ്രൊമോ സോങ് കട്ടക്കലിപ്പ് കട്ടക്കലിപ്പ് എന്ന് പറഞ്ഞൊരു പ്രൊമോ സോങ്ങാണ്. അത് കബാലിയിലെ നെരിപ്പുട സോങ് പാടിയ അരുൺ രാജ കാമരാജിനെ കൊണ്ടാണ് പാടിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നത് കൊണ്ട് മുദ്രാവാക്യങ്ങളൊക്കെ ഒരു റിത്തമിക്കായിട്ട് ഉൾപ്പെടുത്തുകയും വേണം. എന്നാൽ നമ്മുടെ മലയാളത്തിൻ്റെ വാക്കുകൾ അതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെയൊക്കെ ടോമറ്റിക്ക് കുറച്ച് നിർബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി തന്നെയാണ് കട്ടക്കലിപ്പ് എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ലിറിക്ക് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനൊരു നമ്മുടെ ഈ പശ്ചാത്തലമൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ടൊരു ക്യാമ്പസുകളിലൊരു ഈ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഒരു സോങ് ആയിരിക്കണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതൊരു പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു റഫ് ട്രാക്ക് അയച്ചു കൊടുത്തത് പുള്ളി അപ്പോൾ തന്നെ ഓക്കെ ആക്കി. വെറും 4 ദിവസം കൊണ്ടാണ് അപ്പം തന്നെ ഓർക്കസ്ട്രേഷൻ കഴിച്ചത്. ചെന്നൈയിൽ റഹ്മാൻ സാറിൻ്റെ AM സ്റ്റുഡിയോസിലാണത് ആ സോങ്ങിൻ്റെ ഫുൾ വർക്ക് തീർത്തത്. അപ്പോൾ സംഗീതം എന്തായാലും സിനിമയ്ക്ക് ഒപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് പാട്ട് ഹിറ്റായത്. മണികണ്ഠൻ, നമുക്ക് മേഘ കൂടി. മേഘ, ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ പരിചയമുണ്ടോ? പ്രത്യേകിച്ചും സിനിമ ഇറങ്ങിയപ്പോൾ ചില വിമർശനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മഹാരാജാസിൻ്റെ ചരിത്രത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് സിനിമ നിൽക്കുന്നത്. തീർച്ചയായും സാങ്കല്പികമായ ഒരു കഥയാണെന്ന് സിനിമാക്കാരും ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. മേഘയ്ക്ക് എന്തു തോന്നുന്നു ഈ ക്യാമ്പസ് രാഷ്ട്രീയവും സിനിമാ പശ്ചാത്തലവും ഒക്കെ? ക്യാമ്പസ് രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞ് ഈ മൂവി വിലയിരുത്തുകയാണെങ്കിൽ ശരിക്കും ഇന്നത്തെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരു റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഒരു റിയലിസ്റ്റിക് മൂവിയാണ്. കാരണം ഏതൊരു പാർട്ടിക്കാരനായാലും ഏതൊരു ജാതിയായാലും ഏതൊരു മതക്കാരനായാലും അടിച്ചമർത്തപ്പെടുന്നവൻ്റെ വികാരം എന്നുള്ളത് എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും. അത് വിപ്ലവത്തിൻ്റെ പ്രതിരോധമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ആ വിപ്ലവത്തിൻ്റെ പ്രതിരോധമാണ് ഒരു മെക്സിക്കൻ അഭാരത എന്ന ഈ മൂവി എന്നതാണ് ഒരു റിയലിസ്റ്റിക്. അപ്പം അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും പോസിറ്റീവായിട്ട് തന്നെ ഏറ്റെടുത്തു എന്നതാണ് റെസ്പോൺസിബിൾ. പിന്നെ ഏതൊരു കാര്യത്തിനും ചീത്തയായിട്ടും നല്ലതായിട്ടും ചിത്രീകരിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു സിനിമയാണ്. അപ്പം ആ സിനിമ ആയിട്ട് പ്രേക്ഷകർ കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും സിനിമയായി തന്നെ പ്രേക്ഷകർ അത് സ്വീകരിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ ലഭിക്കുന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്. മണികണ്ഠൻ അയ്യപ്പൻ തുടക്കം നല്ല രീതിയിൽ തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ കൂട്ടായ്മയിൽ ഒരു സിനിമയിലേക്ക് ഇനി വരും സിനിമകളിലും പാട്ടും പശ്ചാത്തല സംഗീതവും ഒക്കെയായി സജീവമായി നിൽക്കാൻ കഴിയട്ടെ. മേഘ, ആനന്ദം. അതിലും വലിയ സന്തോഷമായ മെക്സിക്കൻ അപാരത. എന്തായാലും ആ സന്തോഷം സിനിമയിൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി അതിഥികളായി എത്തിയാണ്.